ഗൂഗിളും യൂട്യൂബും ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? നമ്മുടെ ഇപ്പോഴത്തെ നിത്യജീവിതത്തിൽ യൂട്യൂബും ഗൂഗിളും ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാകത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ചുരുക്കം പേര് മാത്രമേ ഈ കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നുള്ളൂ. എന്താവശ്യത്തിനും നമ്മൾ ഓടിയെത്തുന്നത് ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആപ്ലിക്കേഷനോ മറ്റു കാര്യങ്ങളൊന്നുമല്ല, യൂട്യൂബിൻ്റെ അകത്തും അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ അകത്തും വരുന്ന കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഗൂഗിളും യൂട്യൂബും ഉപയോഗിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും മറ്റു മെസ്സഞ്ചറൊക്കെ വന്നത് കാരണം നമ്മൾ ആർക്കും തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന ആ ഒരു രീതി ഒഴിവാക്കി. എന്നാൽ ആദ്യം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ അകത്ത് കിടക്കുന്ന ചെറിയൊരു സെറ്റിംഗ്സിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ഗൂഗിളിൻ്റെ അകത്തേക്കും യൂട്യൂബിലേക്കും പോവാം. സാധാരണ മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് മെസ്സേജ് ഓപ്പൺ ചെയ്തു, ഫോണിലുള്ള കോൺടാക്റ്റ് ആണെങ്കിൽ കോൺടാക്ട് നമ്പർ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യും. വലതുവശത്ത് കാണുന്ന ഈ ഒരു സെൻഡ് ബട്ടൺ അമർത്തിയിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യും. എന്നാലേ ഈ ഒരു സെൻഡ് ചെയ്യുന്ന ഈ ബട്ടൻ്റെ അകത്ത് ചെറിയൊരു സെറ്റിംഗ്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പലർക്കും അറിയില്ലായിരിക്കാം. അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ സെൻഡ് ചെയ്യുന്ന ഈ ഒരു ബട്ടൻ്റെ അകത്ത് നമ്മൾ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഫോണിൻ്റെ അകത്ത് ഡ്യുവൽ സിം ആണെങ്കിൽ തീർച്ചയായിട്ടും ഏത് സിമ്മിൻ്റെ അകത്താണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് എന്ന് ഓപ്ഷൻ കാണിക്കും. അതിന് താഴെയായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഷെഡ്യൂൾഡ് സെൻഡ്. അതായത് നമുക്ക് ആർക്കെങ്കിലും ബർത്ത്ഡേ വിഷസോ അല്ല മറ്റെന്തെങ്കിലും സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാത്രി 12 മണിക്കൊക്കെയാണ് നമ്മൾ ബർത്ത്ഡേ വിഷസൊക്കെ സെൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപകാരപ്പെടും. എങ്ങനെയാണെന്നല്ലേ, ആ ഷെഡ്യൂൾഡ് സെൻഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡേറ്റ് ആണോ ഏത് ടൈമാണോ ആ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു സമയത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. താഴെ കാണുന്ന പിക്ക് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണോ വേണ്ടത് ആ ഒരു ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഇവിടെ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സേവ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മെസ്സേജ് പോകുന്നതായിരിക്കും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ 301 വ്യൂസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു വീഡിയോ കാണാൻ സാധിക്കും. ആദ്യത്തെ വീഡിയോയിൽ തന്നെ കാണാം 301 വ്യൂസ് മാത്രമേ ഉള്ളൂ, 11 വർഷമായി. എന്നാൽ അതിൻ്റെ ലൈക്കും അതിൻ്റെ കമൻറ്റും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 301 വ്യൂസ് മാത്രമല്ല അതിന് വേണ്ടത്. ലൈക്ക് തന്നെ 4 മില്യൺ ഉണ്ട്, അതുപോലെ തന്നെ കമൻസും 313K കമൻസും ഉണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് കാണാം 301 സ്റ്റക്കായി കിടക്കുന്ന ഈ ഒരു വീഡിയോ. വീസോസ് നത്തിങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ കാണാൻ സാധിക്കും, തമ്പനെയിൽ കാണത്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റിലും കാണത്തില്ല. നിങ്ങൾ സെർച്ച് ചെയ്ത വീസോസ് നത്തിങ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ ഇവിടെ കാണാൻ സാധിക്കത്തില്ല. ഇനി ഗൂഗിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡു എ ബാരർ റോൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്ക്രീന് കറങ്ങുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് കോയിൻ ടോസ് ചെയ്യാറുണ്ട്. എന്നാൽ ആ സമയത്ത് കോയിൻ നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ മതി ഫ്ലിപ്പ് എ കോയിൻ. ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോയിൻ ടോസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കോയിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. താഴെയായിട്ട് ഫ്ലിപ്പ് ആക്കി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെഡ് ഓർ ടെയിൽ ആ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഗൂഗിളിൻ്റെ അകത്ത് ഗൂഗിൾ ഗ്രാവിറ്റി എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും കാണാൻ ചെറിയൊരു തമാശ. എന്താണെന്നല്ലേ, ഈ കാണുന്ന പേജിൻ്റെ അകത്ത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇടിഞ്ഞു വീഴുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഗൂഗിളിൻ്റെ അകത്തും യൂട്യൂബിൻ്റെ അകത്തും കുറേ ഫണ്ണി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം തന്നെ ഈ വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ ടെക്സ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൻ്റെ അകത്തും അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ അകത്തൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.